മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും CPR നൽകി അവയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. ഇത് തെളിയിച്ചിരിക്കുകയാണ് ഫയർഫോഴ്സിലെ പാലക്കാടിലെ ഉദ്യോഗസ്ഥർ. ഈ സ്റ്റേഷനിലെ ഈ ഉദ്യോഗസ്ഥരാണ് 2 ദിവസം മുൻപ് ഇവിടെ ഒരു മയിൽ ഷോക്കേറ്റ് വീണു. ആ മയിലിന് CPR നൽകി അതിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. എന്താണെന്നുണ്ടായത്? നമ്മൾ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ നമുക്ക് വളരെ വിരളമായി കിട്ടാറുള്ളൂ. എങ്കിൽ കൂടി നമ്മുടെ ദേശീയ പക്ഷിയെ തന്നെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ പ്രവർത്തന വിജയമായി കണക്കാക്കുന്നു. അപ്പോൾ നമ്മളെ ഫ്രണ്ടിലുള്ളൊരു ട്രാൻസ്ഫോമർ നമ്മളിവിടെ റോൾ കോള് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മയിൽ റോഡിൽ കിടക്കുന്നത് കണ്ടു. അപ്പോൾ വണ്ടികളൊക്കെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അത് അബോധാവസ്ഥയിലായിരുന്നു, ബ്ലഡെല്ലാം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും നമ്മളിവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അതിനെ കിടത്തി നമ്മൾ നോർമൽ മനുഷ്യനൊരു അറ്റാക്ക് കാർഡിയാക് അറസ്റ്റ് വരുമ്പോൾ എന്താണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷോക്ക് ഏൽക്കുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെ നമ്മൾ മയിലിനും ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുകയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ നൽകുകയും ചെയ്തു. അത് നമ്മൾ രണ്ടാമത്തെ കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ മയിൽ ചെറിയൊരു സൗണ്ട് ഉണ്ടാക്കുകയും ബ്രീത്ത് വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു. നമ്മുടെ കിട്ടുമ്പോൾ അത് ബോഡിയിൽ ഒരു ചൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഏകദേശം അത് പോയി എന്നാണ് വിചാരിച്ചത്. പിന്നെ സാറ് കറക്റ്റായിട്ട് CPR കൊടുത്തു, ട്രൈ ചെയ്യാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ കണ്ണിൽ കൂടെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളം കഴുകി കൊടുത്തു. സാറ് കറക്റ്റായിട്ട് കൊടുത്തപ്പോൾ ഞാൻ വായി കൂടെ ശ്വാസം കൊടുക്കുക ചെയ്തത്. ഇവിടെ രാവിലെ 9 മണിയാകുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഏകദേശം ഒരു 8:55-9 മണിയോട് കൂടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ നമ്മൾ CPR കൃത്യമായിട്ട് ചെയ്തു. മൗത്ത് ടു മൗത്ത്, നമ്മൾ മനുഷ്യർക്ക് കൊടുക്കുന്നത് പോലെ തന്നെയുള്ള മൗത്ത് ടു മൗത്ത്, പിന്നെ ബ്രീത്തിങ് വരെ കൊടുത്ത് അത് ഏകദേശം എനിക്കൊരു 5 മിനിറ്റിൽ അടുത്ത് നമുക്കത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത് പൂർണ്ണമായും പൂർണ്ണമായും ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന ആ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ കുറച്ച് സമയമെടുക്കും. അപ്പോൾ കുറേ നേരം നമുക്കത് കണ്ടിന്യൂസ് ആയി ചെയ്യേണ്ടി വന്നു. ഫയർ സർവീസുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ മയിലെന്നായാലും മനുഷ്യനായാലും ജീവനെല്ലാം ഒരേ വില തന്നെയാണ് കൽപ്പിക്കുന്നത്. റെസ്ക്യൂ ആണ്. അതിന് നമ്മളെ കൊണ്ട് കഴിയുന്ന ഏതറ്റം വരെയും നമ്മൾ പോകും. മനുഷ്യനെ പോലെ തന്നെ മൃഗങ്ങളുടെ ജീവനും വളരെ വിലപ്പെട്ടതാണ്, അതും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഈ സന്ദേശമാണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ പറഞ്ഞു തരുന്നത്. മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.